ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ അല്ല ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് മുല്ലയ്ക്ക ചെറുപ്പന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആലപ്പുഴ വന്ന് നിൽക്കും. അത് കാരണം നമ്മൾ ഇവിടുന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ആയിട്ടുള്ള എല്ലാ ഐശ്വര്യവും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കയറുന്ന ബസ് വന്നിട്ടില്ലായിരുന്നു, രണ്ടാമത്തെ ബസ് വന്നിട്ടില്ലായിരുന്നു, പിന്നെ മൂന്നാമത്തെ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ആലപ്പുഴയിലെത്തിയത്. ബസ്സിൽ കയറുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ബസ് നിന്നിരിയ സ്ഥലമില്ലായിരുന്നു, ഒടുക്കത്താളായിരുന്നു. പിന്നെ KSRTCയുടേതായിട്ടുള്ള ലീലാവിലാസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യം കാണത്തില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ മുല്ലയ്ക്കലെത്തി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കടകളെല്ലാം കയറി ഇറങ്ങി നെയിൽ പോളിഷ്, കമ്മൽ, മാല തുടങ്ങിയവരെല്ലാം വാരി വലിച്ച് നോക്കുമായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും ഒരെണ്ണം പോലും നമ്മൾ എടുത്തില്ല. പിന്നെ വേറൊരു കടയിൽ കയറി ഈ കാണുന്ന 2 കമ്മലെടുത്തു. അങ്ങനെ നമ്മൾ പാവക്കൂട്ടത്തിൻ്റെ ഇടയിൽ കുത്തിയിരിക്കുന്ന ബംഗാളിനെയും നിൽക്കുന്ന ബംഗാളിനെയും നടക്കുന്ന ബംഗാളിനെയും എല്ലാം വീഡിയോ എടുത്തിട്ട് നമ്മൾ പിന്നെയും വേറൊരു കടയിൽ കയറി. ഇവിടെ കയറിയിട്ട് നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ 2-3 കട ചുമ്മാ കയറി ഇറങ്ങി പോന്നു, ഒന്നും വാങ്ങിക്കാതെ തന്നെ. പിന്നെ നമ്മൾ കാശ് മണിക്ക് രാത്രിയിലത്തെ ഉറക്കം കളയുന്ന സാധനം കണ്ടു. പക്ഷെ നമ്മൾ അതിനകത്ത് കയറിയില്ല, രാത്രി കിടന്ന് ഉറങ്ങണമല്ലോ. അങ്ങനെ നോക്കാനുമാണ് ജയൻറ്റ് വീൽ കണ്ടത്. പിന്നെ കാശ് മണിക്ക് ഇപ്പോഴത്തെ ഉറക്കം കളയുന്നതിന് അല്ല, ഇപ്പോഴത്തെ സമാധാനം കളയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ ജയൻറ്റ് വീലിൽ കയറാൻ രണ്ടും കൽപ്പിച്ചും കൊണ്ട് നിന്നു. താഴോട്ട് നോക്കാം, അല്ല താഴോട്ട് ഇറങ്ങുമ്പോൾ താഴോട്ട് നോക്കല്ലേ, താഴോട്ട് ഇറങ്ങുമ്പോൾ താഴോട്ട് ഒരിക്കലും നോക്കല്ലേ, മേലോട്ട് തന്നെ നോക്കിക്കോട്ടെ. ജയൻറ്റ് വീലിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തുവാന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാകുമല്ലോ. ഫ്രണ്ടിൽ നിന്ന് ചേട്ടനാണ് എന്തൊക്കെയോ പറയുന്നത്, താഴോട്ട് നോക്കുമ്പോൾ മേലോട്ട് നോക്കണം, മേലോട്ട് നോക്കുമ്പോൾ താഴോട്ട് നോക്കണം, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടൻ്റെ പോകാൻ വലിയ കിടന്ന് കൂവുന്നു. അങ്ങനെ ഉള്ള ജീവനും കൈ പിടിച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം ഇന്ന് അത്രേ ഉള്ളൂ, ടാറ്റാ.